രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ച് നടന്ന 34ാമത് സീനിയർ ദേശീയ വുഷു പുരുഷ വനിതാ ചാമ്പ്യൻഷിപ്പിൽ പുലാമന്തോൾ ISK വുഷു ക്ലബിലൂടെ മലപ്പുറം ജില്ലയ്ക്ക് ലഭിച്ചത് 10 മെഡൽ. ജില്ലയിൽ തിരിച്ചെത്തിയ മത്സരാർത്ഥികൾക്ക് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ജില്ലാ വുഷു അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. 2025 ജൂൺ 14 മുതൽ 19 വരെ രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ച് നടന്ന 34ാമത് സീനിയർ ദേശീയ വുഷു പുരുഷ വനിതാ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത പുലാമന്തോൾ ISK വുഷു ക്ലബിലെ വിദ്യാർത്ഥികൾക്ക് വിവിധ കാറ്റഗറികളിലായി 2 ഗോൾഡ് മെഡലടക്കം 10 മെഡലുകൾ ലഭ്യമായി. സാന്റ തൗലു വിഭാഗങ്ങളിലായി 35 മത്സരാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് പങ്കെടുത്തത്. മത്സരത്തിൽ തൗലു വിഭാഗത്തിൽ 10 മെഡലുകൾ നേടി പുലാമന്തോളിലെ 5 കായിക താരങ്ങൾ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കി. 2 ഗോൾഡ്, 7 സിൽവർ, 1 ബ്രോൺസ് എന്നീ മെഡലുകൾ നേടിക്കൊണ്ട് അഭിമാനകരമായ വിജയം കൈവരിക്കാൻ പുലാമന്തോൾ ISK വുഷു താരങ്ങൾക്ക് സാധിച്ചു. 37ാമത് ദേശീയ ഗെയിംസിലെ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം മുഹമ്മദ് ജാസിലാണ് ഇത്തവണയും ദേശീയ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നിലനിർത്തിയത്. ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഇത്തവണ സിൽവർ മെഡൽ നേടിയ ഗ്രൂപ്പ് ഇവന്റ് ടീമിനെ നയിച്ചതും മുഹമ്മദ് ജാസിലാണ്. നയന മനു ആണ് സ്വർണം നേടിയ മറ്റൊരു കായിക താരം. മുഹമ്മദ് ഹാരിസ്, മുഹമ്മദ് സ്വാലിഹ്, മുനീർ V എന്നിവരാണ് സിൽവർ മെഡൽ നേടിയ മറ്റു കായിക താരങ്ങൾ. രാജസ്ഥാനിൽ വെച്ച് നടന്ന നാഷണൽ വുഷു ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ കുട്ടികളാണിത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇത് വളരെയധികം സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. കാരണം നമുക്ക് 34ാമത് സീനിയർ നാഷണൽ വുഷു ചാമ്പ്യൻഷിപ്പ് നടന്നപ്പോൾ 2 ഗോൾഡ് മെഡലാണ് കേരളത്തിന് കിട്ടിയിട്ടുള്ളത്. ആ 2 ഗോൾഡ് മെഡലിലെ കായിക താരങ്ങളും നമ്മുടെ മലപ്പുറം ജില്ലയിലെ നമ്മുടെ ISK മാർഷൽ ആർട്സ് അക്കാഡമിയിൽ എന്നാണെന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ 10 മെഡലുമായിട്ടാണ് നമ്മുടെ 5 കുട്ടികൾ ഇവിടെ തിരിച്ചെത്തിയിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ 37ാമത് നാഷണൽ ഗെയിംസ് ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന സമയത്തും കേരളത്തിന് കിട്ടിയ ആകെ ഒരേ ഒരു ഗോൾഡ് മെഡൽ, അതിലെ കായിക താരവും നമ്മുടെ മുഹമ്മദ് ജാസിലാണ്. അപ്പോൾ നിരവധി മെഡലുകൾ വർഷങ്ങളായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഓൾ ഇന്ത്യ ഇൻ്റർ യൂണിവേഴ്സിറ്റിയിൽ അടക്കം തുടർച്ചയായിട്ട് മെഡൽ നേടുന്ന കായിക താരങ്ങളാണ് ഇവർ. ഇത് മലപ്പുറം ജില്ലയ്ക്ക് എന്തായാലും അഭിമാനകരമായ ഒരു നേട്ടമാണ്. ഇത് ഇപ്രാവശ്യത്തെ നാഷണൽ പറഞ്ഞാൽ കുറച്ചധികം ടഫായിരുന്നു കോമ്പറ്റീഷൻ. എൻ്റെ ഇവൻറ്റിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 3 കൊല്ലം മുന്നത്തെ ഒരു ഇൻ്റർനാഷണൽ ചാമ്പ്യൻ സാജലാമ, നമ്മുടെ സർവീസസ് പ്ലെയർ സാജലാമ ഒക്കെ എൻ്റെ ഇവൻറ്റിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ പ്ലെയറിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ ഒരു അഭിമാനിക്കാൻ കഴിയുന്നൊരു കാര്യം തന്നെയാണ്. കേരള ടീമിന് ഇപ്പോൾ വന്നിട്ടുള്ളത് 2 ഗോൾഡ് മെഡലാണ്. അത് 2 വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലക്ക് തന്നെയാണ്. ഞങ്ങളെ ക്ലബിന് തന്നെയാണ് 2 ഗോൾഡ് മെഡൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് നാഷണൽ ലെവലിൽ 10 ഗോൾഡ് മെഡൽ അടക്കം 21 മെഡൽസ് നാഷണൽ ലെവലിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് 12 വർഷങ്ങൾക്കിടയിൽ 10 ഗോൾഡ് മെഡലും 5 സിൽവർ മെഡലും 6 ബ്രോൺസ് മെഡലും നാഷണൽ ലെവലിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പുലാമന്തോൾ ISK മാർഷൽ ആർട്സ് അക്കാദമിയുടെ ചീഫ് ഇൻസ്ട്രക്ടർ മുഹമ്മദ് അലിയാണ് ഇവരുടെ പരിശീലകൻ. ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ കായിക താരങ്ങളെയും പരിശീലകൻ ISK മുഹമ്മദ് അലിയെയും പട്ടാമ്പി പോലീസ് സബ് ഇൻസ്പെക്ടർ ജയകുമാർ, മലപ്പുറം ജില്ലാ വുഷു അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ന്യൂസ് 10 മലപ്പുറം. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.